ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉന്നയിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി.ജെ.പി. സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആയുധമാക്കുകയാണെന്നും അദ്ദേഹം ജർമ്മനിയിൽ ആരോപിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി.ജെ.പി. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഭരണപക്ഷത്തുള്ളവർക്കെതിരെ കേസുകൾ എടുക്കുന്നതിൽ ഈ ഏജൻസികൾ പരാജയപ്പെടുകയാണെന്നും എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ നിരന്തരമായ വേട്ടയാടലിന് ഇരയാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം കുറ്റമറ്റതല്ലെന്നും അതിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തു. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നതായി അദ്ദേഹം വീണ്ടും പറഞ്ഞു. ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചുവെന്ന് തെളിയിക്കുന്ന രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും അദ്ദേഹം ജർമ്മനിയിലും പറഞ്ഞു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും രാഹുൽ സംശയം ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക മാതൃക പരാജയപ്പെട്ടുവെന്നും ഇത് രാജ്യത്ത് വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. ഇദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാൽ ഇത് ജർമ്മനിയിൽ പോയി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ബി.ജെ.പിയും ശക്തമായി രംഗത്ത് വന്നു. രാജ്യത്ത് അരാജകത്വവും അസ്ഥിരതയും സൃഷ്ടിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. നേതാക്കൾ കുറ്റപ്പെടുത്തി. ബി.ജെ.പി. വക്താവ് പ്രദീപ് ഭണ്ഡാരി രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധനാണെന്നും വിദേശ മണ്ണിൽ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണെന്നും ആരോപിച്ചു. ഇന്ത്യയുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് പെരുമാറുന്നതെന്നും കേന്ദ്രമന്ത്രി ശോഭ കരന്ദ്ലജയും പരിഹസിച്ചു. ജോർജ് സോറോസിനെ പോലുള്ള ആളുകളുമായി ചേർന്ന് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബി.ജെ.പി. ആരോപിച്ചു. നേരത്തെ ഒക്ടോബർ മാസത്തിൽ കൊളംബിയയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് നരേന്ദ്രമോദി സർക്കാരിനെ ഉന്നം വെച്ചുകൊണ്ട് രാഹുൽ അവിടെയും പറഞ്ഞിരുന്നു. കൊളംബിയയിലെ EIA സർവകലാശാലയിൽ നടന്നൊരു സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. എഞ്ചിനീയറിംഗ്, ആരോഗ്യം എന്നീ മേഖലകളിൽ ശക്തമായ ശേഷിയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ജനാധിപത്യം നേരിടുന്ന ആക്രമണം ആണ് ഏറ്റവും വലിയ വെല്ലുവിളി. വിവിധ പാരമ്പര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആശയങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഒന്നിച്ച് പുലരാൻ ജനാധിപത്യം അത്യാവശ്യമാണ്. RSSന്റെയും ബി.ജെ.പിയുടെയും ആശയങ്ങൾ ഭീരുത്വമാണെന്നും രാഹുൽ അവിടെ വെച്ച് ആരോപിച്ചു. RSSന്റെയും ബി.ജെ.പിയുടെയും സ്വഭാവം അതാണ്. അവരുടെ ആശയങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ളത് ഭീരുത്വമാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യ വിരുദ്ധനൊന്നും ആയിരിക്കില്ല. പക്ഷെ കാര്യങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് ഒരു ഗ്രാഹ്യവുമില്ല. കൊളംബിയയിലും ജർമ്മനിയിലും പോയി മോദിയെയും ബി.ജെ.പിയെയും RSSനെയും കുറ്റപ്പെടുത്തുന്നത് എത്രമാത്രം പരിഹാസ്യമായ കാര്യമാണെന്ന് ഇയാളോട് പറഞ്ഞു കൊടുക്കാനും കോൺഗ്രസിൽ ആരും തയ്യാറാകുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളുടെ വീഴ്ച കാണാൻ തന്നെയാണ് കോൺഗ്രസിലെ മറ്റുള്ള നേതാക്കളും കാത്തിരിക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാഹുലിനെ കുറിച്ച് ഇതേ അഭിപ്രായമാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോയി രാജ്യത്തെയും ജനാധിപത്യത്തെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നു. രാഷ്ട്രീയത്തിലെ തന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ തെറ്റായതും യുക്തിരഹിതവുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അസംബന്ധം പറയുകയും ചെയ്യുന്നു. ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി സഹകരിച്ച് രാഹുൽ ഗാന്ധി കളിക്കുന്ന കളി ഒരിക്കലും വിജയിക്കില്ലെന്ന് കൂടെ അദ്ദേഹം പറയുന്നു.